വിഷയം സംഭവിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ ഒരു ചർച്ച നിശ്ചയിച്ചിരുന്നു. പാകിസ്ഥാന്റെ കാർമ്മികത്വത്തിൽ ഇറാനും അമേരിക്കയും ഒരുമിച്ച് ഇരുന്ന ഒരു ടേബിളിന് രണ്ട് വശത്തും ഇരുന്ന് ചർച്ചകൾ നടത്തുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇന്നലെ വൈറ്റ് ഹൗസിന്റെ വക്താവടക്കം ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് ആശ്ചര്യകരമാണ്. അമേരിക്കയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അമേരിക്കയുടെ പ്രതിനിധികൾ വാഷിംഗ്ടണിൽ നിന്ന് ഫ്ലൈറ്റിന്റെ സ്റ്റെപ്പിൽ കാലെടുത്ത് വെക്കുന്നതിന് തൊട്ട് മുൻപ് ഇറാന്റെ പ്രതിനിധികൾ പാകിസ്ഥാൻ വിടുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങൾ പറയുന്നതിനൊപ്പം നിന്നാൽ മാത്രം ഈ ചർച്ച നടക്കും, അല്ലാതെ അമേരിക്കയുടെ തിട്ടൂരം നടക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ പ്രതിനിധികൾ രാജ്യം വിടുന്നു. അമേരിക്കയ്ക്ക് വലിയ അപമാനമാകുന്നു, ഇത് നയതന്ത്ര തലത്തിലുള്ള മര്യാദയുടെ ലംഘനമാണ് എന്ന് ട്രംപ് പറയുന്ന പശ്ചാത്തലം കൂടി ഏറെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഇതിനു മുൻപ് തന്നെ അബ്ബാസ് അരഗ്ചി അടക്കമുള്ള വിദേശകാര്യമന്ത്രി അടക്കമുള്ള ആളുകളാണ് പാകിസ്ഥാനിൽ ക്യാമ്പ് ചെയ്തിരുന്നത്. ട്രംപിനെ ഇത് വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. പാകിസ്ഥാൻ നേതാക്കളെ തങ്ങൾ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നും മറ്റുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പിന്നീട് വ്യക്തമാക്കിയത്. ഏതായാലും US ചർച്ചയ്ക്കായി നിയോഗിച്ച സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുടെ പാകിസ്ഥാൻ യാത്ര തുടർന്ന് ട്രംപ് റദ്ദാക്കുന്ന സാഹചര്യം കൂടി ഒരുങ്ങുകയാണ്. ഫോക്സ് ന്യൂസ് ഇത്തരം കാര്യങ്ങൾ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തത് ഒരു ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിന്റെ പരാജയത്തിന്റെ വളരെ കൃത്യമായ സൂചനയായി മാറുകയും ചെയ്തു. കാർത്തിക് വിവരങ്ങളുമായി ശരിയാണ്. കാർത്തിക്, അമേരിക്ക വിചാരിച്ചത് തങ്ങളുടെ രീതിക്കനുസരിച്ച് ഇറാൻ വരുമെന്നും അവർ കാത്തു നിൽക്കുമെന്നും ഞങ്ങളുമായി ചർച്ച നടത്തുമെന്നും മറ്റുമാണ്. പക്ഷേ പൂർണ്ണമായും അമേരിക്കയെ തള്ളിയാണ് ഇറാൻ പ്രതിനിധികളുടെ മടക്കം. ഇനിയൊരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉടനെ ഒന്നും ഇല്ലതാനും. രഞ്ജിത്ത്, നയതന്ത്ര ചർച്ചകളിലൂടെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിൽ അനിശ്ചിതത്വത്തിലാണ് എന്ന് തന്നെ പറയണം. ഇന്നലെ ഇറാൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലെത്തി. ഇസ്ലാമാബാദിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ ഇറാന്റെ നിലപാട് അദ്ദേഹം വിശദീകരിച്ചു. അതായത് നിലവിലെ യുദ്ധ സാഹചര്യം, അതോടൊപ്പം തന്നെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ചില പുതിയ നിർദ്ദേശങ്ങൾ കൂടി ഇറാൻ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായില്ല. ആ ഘട്ടത്തിലാണ് US പ്രതിനിധി സംഘം പോകേണ്ട എന്നൊരു തിട്ടൂരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. ഇതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ അനിശ്ചിതത്വത്തിലായത്. അല്പം മുമ്പ് ട്രംപിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിൽ ട്രംപ് വ്യക്തമാക്കുന്നത് ഒരു പുതിയ പ്രപ്പോസൽ ഇറാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് ട്രംപ് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ആ പ്രപ്പോസൽ എന്താണെന്നും അതിൻ്റെ വിശദാംശങ്ങളും ട്രംപ് വിശദീകരിക്കുന്നില്ല. എന്നാലും ഈ പ്രപ്പോസൽ ലഭിക്കുന്നത് US പ്രതിനിധി സംഘം ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടേണ്ട എന്ന തീരുമാനമെടുത്ത് 10 മിനിറ്റിന് ശേഷമാണ് ഈ പ്രപ്പോസൽ ലഭിച്ചത് എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നു. എന്നാൽ ഈ പ്രപ്പോസലിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല എങ്കിൽ കൂടിയും ന്യൂ ഓഫർ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അതായത് ചില പുതിയ നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ നിർദ്ദേശങ്ങളിൽ വിശദമായ ചർച്ചകൾ നടക്കും. എന്തായാലും ഇസ്ലാമാബാദിൽ രണ്ടാം റൗണ്ട് ചർച്ചകൾക്കുള്ള വഴി ഏറെക്കുറെ അടഞ്ഞിരിക്കുന്നു. കാരണം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഇന്നലെ തന്നെ അദ്ദേഹം ഒമാനിലേക്ക് പുറപ്പെട്ടു. ഒമാൻ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ കൂടി അദ്ദേഹം ഈ ഘട്ടത്തിൽ സന്ദർശിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ടമായാണ് പാകിസ്ഥാനിലെത്തിയത്. എന്തായാലും ഇറാൻ ശക്തമായ നിലപാടിൽ തന്നെയാണ്. ഭീഷണികൾക്ക് വഴങ്ങേണ്ട എന്നൊരു നിലപാടാണ് ഇറാന് ഉള്ളത്. നേരത്തെ തന്നെ IRGC-യുമായി ബന്ധപ്പെട്ട് അവരോട് അടുത്ത് നിൽക്കുന്ന മാധ്യമങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണവും അത് വ്യക്തമാക്കുന്നതാണ്. അതായത് വിട്ടുവീഴ്ച ഒരു ഭീഷണിക്ക് വഴങ്ങേണ്ട, മാത്രമല്ല അബ്ബാസ് അരഗ്ചി അദ്ദേഹത്തിൻ്റെ എക്സിലെ പോസ്റ്റിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, അമേരിക്ക ഈ സമാധാന ശ്രമങ്ങളോട് വളരെ ശുഭപ്രതീക്ഷയോടും വളരെ ആത്മാർത്ഥമായി തന്നെയാണോ അവരുടെ സമീപനം എന്നുകൂടി ചോദിച്ചു വയ്ക്കുന്നു. അതായത് ആ സമീപനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഇറാന് സംശയമുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതുവരെ നിലവിലെ സാഹചര്യം തുടരും എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. എന്തായാലും സമാന്തര പ്രപ്പോസൽ ഇറാൻ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. ആ അറിയിച്ച പ്രപ്പോസലിൻ്റെ വിശദാംശങ്ങൾ പാകിസ്ഥാൻ US-നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അതിൽ എന്താണ് തുടർ നടപടികൾ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. അതാണ് സാഹചര്യം. ഇതിനിടയിൽ നേരത്തെ പറഞ്ഞ പോലെ US-ഉമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി തങ്ങളുടെ നിലപാടുകൾ മധ്യസ്ഥരായ പാകിസ്ഥാനെയാണ് ഇറാൻ സംഘം അറിയിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും സൈനിക മേധാവി അസിം മുനീറിനെയും നിലപാട് അറിയിക്കുകയായിരുന്നു. യുദ്ധം അവസാനിക്കേണ്ടത് US മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾക്കനുസൃതമായിട്ടായിരിക്കരുത് എന്നും തങ്ങളുടെ നിബന്ധനകൾ തങ്ങൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത് അതാണ് പരിഗണിക്കേണ്ടതെന്നും ഇറാൻ അറിയിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ചർച്ച ഒരു തരത്തിലും നിശ്ചയിച്ചിരുന്നില്ല എന്നുള്ള നിലപാട് ടെഹ്റാൻ ആദ്യം മുതലേ കൈക്കൊണ്ടത് ഇതിൽ പ്രധാനമാണ്. കാരണം ആണവ നിരായുധീകരണം എന്നുള്ളതായിരുന്നല്ലോ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അത് അംഗീകരിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞു വെക്കുന്നത് ഈ സാഹചര്യത്തിലാണ്.
ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം US അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചുനിന്നു. ഈ വിവരം പാകിസ്ഥാനെ അറിയിച്ചുവെന്നാണ് മനസ്സിലാകുന്നത്. തങ്ങളുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാത്രമാണ് പാകിസ്ഥാനിലെത്തിയത് എന്ന് ഇറാൻ വ്യക്തമാക്കിയായിരുന്നു. എന്നിട്ടും അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ ഇപ്പോൾ ഇറാന്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഒമാനിലും ഒപ്പം റഷ്യയിലും പാകിസ്ഥാനിലും അടക്കം 3 രാജ്യങ്ങളിലുള്ള സന്ദർശനമാണ് അവർ ആലോചിച്ചിരുന്നത് എന്നുള്ളതാണ് ഇറാന്റെ പ്രതിനിധികളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാർത്തിക്, ആണവ ഉപരോധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ തെട്ടുവരത്തിന് വഴങ്ങില്ല. ഹോർമുസിലെ ഉപരോധം അവസാനിപ്പിക്കണം. ഈ 2 കാര്യങ്ങളിലും ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ നീങ്ങിയില്ലെങ്കിൽ ഒരു സ്കോപ്പുമില്ല ചർച്ചയ്ക്ക് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. ട്രംപിന്റെ പ്രതികരണത്തിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ പുതിയ പ്രപ്പോസലിൽ സൂചന നൽകുന്നത് ആണവ വിഷയത്തിലാണ് എന്നതാണ്, ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് എന്നതാണ്. അതെന്ത് എന്ന് വ്യക്തമാക്കുന്നില്ല. നമുക്കറിയാം, 1ാം ഘട്ട ചർച്ചകളിൽ ആണവ സമ്പുഷ്ടീകരണം അത് 20 വർഷത്തേക്ക് നിർത്തിവെക്കുന്ന തരത്തിൽ 20 വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം എന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ കൗണ്ടർ പ്രപ്പോസലിൽ ചില നിർദ്ദേശങ്ങൾ പാകിസ്ഥാനും മുന്നോട്ട് വെച്ചു. അതായത് മൾട്ടി കൺട്രി, ഒന്നിലധികം രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒന്നിലധികം രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു സമിതി, ആ സമിതി ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിരീക്ഷണം നടത്താനും അവിടെ പരിശോധന നടത്താനുമൊക്കെ അവരെ അനുവദിക്കുന്ന തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നു. അറബ് മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരത്തിൽ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വച്ചാൽ അതിനോട് ഈ ഇരുവശങ്ങളുടെയും, അതായത് US-ൻ്റെയും ഇറാൻ്റെയും സമീപനം എന്തായിരിക്കും എന്നത് നിർണായകമാണ്. എന്തായാലും ആണവ വിഷയത്തിൽ തന്നെയായിരിക്കും ഈ പ്രപ്പോസൽ മുന്നോട്ട് പോവുക. അത് ട്രംപും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 400 കിലോയോളം വരുന്ന 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാൻ്റെ കൈവശം ഉണ്ട്. ഇറാൻ്റെ കഴിഞ്ഞ വർഷം നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ തകർന്ന ആണവ നിലയങ്ങളിലാണ് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളത്. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് 90%ത്തിലേക്ക് സമ്പുഷ്ടീകരിച്ചാൽ അത് ആണവായുധമാക്കാം. അത്തരത്തിൽ വലിയ നശീകരണ ശേഷിയുള്ള ആണവ ആയുധം നിർമ്മിക്കാൻ ഇറാന് അതിലൂടെ സാധിക്കും. അത് പുറത്തേക്ക് കൊണ്ടുപോകണമെന്നൊരാവശ്യമാണ് സജീവമായി അമേരിക്ക ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണമാണ്. അതായത് ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ സജീവമായി ഈ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾ തുടരുമ്പോഴും ഇറാൻ്റെ IRGC അടക്കമുള്ളവരും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയവും പരിഹാസ രൂപേണയാണ് അമേരിക്കയ്ക്കെതിരായ പ്രതികരണങ്ങൾ നടത്തുന്നത്. ഏതു വിധേനയും ഈ യുദ്ധം അവസാനിപ്പിച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങളിലാണ് അമേരിക്ക ഇപ്പോൾ എന്നാണ് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രതിരോധ മന്ത്രാലയ വക്താവ് തന്നെ പ്രതികരിച്ചത്. അങ്ങനെ ഒരു വശത്ത് IRGC ശക്തമായ നിലപാടെടുക്കുന്നു, മറുവശത്ത് അബ്ബാസ് അരഗച്ചി ഇതുപോലെ ചർച്ചകൾ സജീവമായി പങ്കെടുക്കുന്നു. അപ്പോൾ അതും ആയുധമാക്കുകയാണ് അമേരിക്ക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അല്പം മുമ്പ് വന്ന പ്രതികരണത്തിലും അദ്ദേഹം വ്യക്തമാക്കുന്നത് അവിടെ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. ആരാണ് ആ അധികാരി എന്ന് തീരുമാനിക്കാനുള്ള തർക്കങ്ങൾ അവർക്കിടയിൽ തന്നെ നടക്കുന്നു. US-ന് ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പ്രപ്പോസലുമായി അവർ വരട്ടെ, അക്കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം. തിടുക്കമില്ല. ഈ യുദ്ധം ഇതിനോടകം തന്നെ പല ഘടകങ്ങൾ, അതായത് നേരത്തെ തന്നെ ട്രംപ് പലതവണ ആവർത്തിച്ചതുപോലെ അവരുടെ ഇറാൻ്റെ സൈനിക ശേഷി അത് തകർക്കാനായി, നാവികശേഷി തകർക്കാനായി, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാനായി എന്നൊക്കെയാണ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. തീർച്ചയായും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.